CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചാവക്കാട് തഹസിൽദാറായി ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട വ്യക്തിയെ നിയമിച്ചെന്നാരോപിച്ച് UDF-ൽ അസ്വസ്ഥത. ഇടത് യൂണിയനിൽപ്പെട്ട TK ഷാജിയെ ചാവക്കാട് തഹസിൽദാറായി ചുമതലപ്പെടുത്തിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ചങ്ങരംകുളം ആലങ്കോട് മദ്രസയ്ക്ക് സമീപം തെരുവുനായയുടെ ആക്രമണം. മുഹമ്മദ് അലൻ, അജ്മൽ, അഫ്സൽ ഇർഷാദി എന്നിവർക്കാണ് കഴിഞ്ഞ ദിവസം രാവിലെ തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. നായയുടെ ആക്രമണത്തിൽപ്പെട്ട 6 വയസ്സുകാരൻ മുഹമ്മദ് അലനെ രക്ഷിക്കാൻ ടെറസിൽ നിന്ന് താഴേക്കെടുത്തു ചാടിയ യുവാവിന്റെ ധീരത അഭിനന്ദനങ്ങൾ നേടി. ഗുരുവായൂരിൽ നടപ്പാതയിൽ കിടന്നുറങ്ങുകയായിരുന്നയാൾക്ക് തെരുവുനായയുടെ കടിയേറ്റു. മലപ്പുറം നന്നമുക്ക് ഇടയത്ത് വീട്ടിൽ 65 വയസ്സുള്ള ബാലനാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. ഗുരുവായൂരിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഗൃഹനാഥൻ മരിച്ചു. തൈക്കാട് പോക്കാക്കിലത്ത് 71 വയസ്സുള്ള അബൂബക്കറാണ് ഞായറാഴ്ച തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത്. അക്കിക്കാവിൽ ബുള്ളറ്റും ലോറിയും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. ഇരുചക്രവാഹന യാത്രക്കാരൻ പട്ടാമ്പി ഞാങ്ങാട്ടിരി സ്വദേശി 25 വയസ്സുള്ള നിഹാലിനാണ് പരിക്കേറ്റത്. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ 2 വ്യത്യസ്ത ബൈക്ക് അപകടങ്ങളിൽ ദമ്പതികൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. മന്നലാങ്കുന്ന് ബദർ പള്ളിയിൽ പാലത്തിന് മുകളിൽ കൂട്ടിയിട്ട കമ്പിയിൽ തട്ടി ബൈക്ക് മറിഞ്ഞ് ഗുരുവായൂർ സ്വദേശി രാജേഷിനും, അണ്ടത്തോട് പാപ്പാളിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് ചാവക്കാട് തിരുവത്ര സ്വദേശി കുഞ്ഞിമൊയ്തു, ഭാര്യ നസിയ എന്നിവർക്കുമാണ് പരിക്കേറ്റത്. ഗുരുവായൂരിൽ തെങ്ങിൻ തടം വൃത്തിയാക്കുന്നതിനിടെ തൊഴിലാളി കുഴഞ്ഞു വീണ് മരിച്ചു. ഈരാറ്റുപേട്ട സ്വദേശി 63 വയസ്സുള്ള രാജുവാണ് മരിച്ചത്. വർഷങ്ങളായി ഗുരുവായൂരിലും പരിസര പ്രദേശങ്ങളിലും കൂലിപ്പണികൾ ചെയ്ത് ഉപജീവനം നടത്തി വരികയായിരുന്നു രാജു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ പുതൂർക്കുളം നാശത്തിന്റെ വക്കിൽ. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. കുന്നംകുളം കളേഴ്സ് ഫാമിലി ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ 12ാമത് വാർഷിക ദിനാഘോഷം ചൊവ്വന്നൂർ മരീന ഹോമിൽ സംഘടിപ്പിച്ചു. ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ കുന്നംകുളം താലൂക്കിന്റെ 5ാമത് വാർഷിക സമ്മേളനം നടന്നു. കേരള കർഷക സംഘം ചാവക്കാട് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ആൽത്തറ സെന്ററിൽ പതാക ദിനം സംഘടിപ്പിച്ചു. ജൂൺ 27, 28 തീയതികളിൽ പുന്നയൂർക്കുളത്ത് വെച്ചാണ് ഏരിയ സമ്മേളനം നടക്കുന്നത്. കേരള ലേബർ മൂവ്മെന്റ് മറ്റം സെന്റ് തോമസ് ഫൊറോന യൂണിറ്റിന്റെയും കാട്ടുകാരൻ വൈദ്യശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ഗുരുവായൂർ താലൂക്കിന്റെ ആഭിമുഖ്യത്തിൽ ഗണേശോത്സവ സ്വാഗത സംഘം രൂപീകരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായുള്ള ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ പ്രചരണം നടത്തി. പുന്നയൂർക്കുളം കുന്നത്തൂർ സ്മരണ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിവരുന്ന പ്രതിമാസ ചർച്ചയിൽ വിഷപ്പാമ്പുകളും കടിയേറ്റാൽ ചെയ്യേണ്ട മാർഗങ്ങളെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസ് നടത്തി. പെട്രോൾ, ഡീസൽ, പാചകവാതകം എന്നിവയുടെ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് RJD കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.